ഇലക്ഷനാണ് ഇലക്ഷനാണ് ഇലക്ഷനാണ്, മതമാണ് മതമാണ് മതമാണ്. മുസ്ലിം ലീഗ് നേതാവ്, പ്രമുഖനായ മുസ്ലിം ലീഗ് നേതാവ് വളരെ അധികം ആവേശത്തോടെ പറഞ്ഞ വാക്കാണ് KM ഷാജി. മതമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ആ മതമാണ് വെറും ജനാധിപത്യം എന്നുള്ളൊരു പേരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക മതത്തിലേക്ക് ഇപ്പോൾ ഭൂരിപക്ഷമല്ലാത്തതിൻ്റെ പേരിൽ ചൂഷണം എന്ന മാതിരി മറ്റുള്ളവരെയും കൂടി അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. സംഘടിതമായിട്ട് അത് പാർട്ടി ഭേദമന്യേ നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പാണക്കാട് ഷിഹാബ് അലി തങ്ങൾ, ഹൈദരാലി തങ്ങൾ, സാദിഖ് അലി തങ്ങൾ വരെ എത്തി നിൽക്കുന്ന ആ ഒരു തറവാട്ടിൽ നിന്നും പാർട്ടികൾക്ക് അതീതമായിട്ട്, ഇടതിനും വലതിനും അതീതമായിട്ട് ആ പാർട്ടി, ഇപ്പോൾ ജലീൽ ഇടതുപക്ഷത്താണ്, പക്ഷേ അവിടെ പാണക്കാട് വരും അദ്ദേഹം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് അതിൻ്റെ ആസ്ഥാനം മതത്തിൻ്റെ. കാരണം അവർ ഇത് ഇടതും വലതും BJP ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നാൽ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മതമാണ്. എന്നാൽ അത് മറ്റുള്ളവർക്ക് അതിലേക്ക് വന്ന് വീഴുന്ന ഒരു കെണിയാണ്. കാരണം മറ്റുള്ളവരെ, ഞാനീ പറഞ്ഞ പാണക്കാട് തറവാട്ടിൽ നിന്നും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹാഗിയ സോഫിയ എന്ന അവരുടെ മുഹമ്മദ് എന്ന പ്രവാചകൻ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു കത്തോലിക്ക പള്ളി പിടിച്ചെടുത്തു. അപ്പോൾ അത് ടർക്കിയിൽ നടന്ന കാര്യമാണ്. തുർക്കി എന്ന് പറയുന്ന എർഡോഗാൻ്റെ തുർക്കിയിൽ നടന്ന കാര്യം. എന്നാൽ അതിൻ്റെ പ്രകമ്പനം നമ്മുടെ കൊച്ചു കേരളത്തിലെ ചന്ദ്രിക ദിനപത്രത്തിൽ സാദിഖ് അലി തങ്ങൾ എഴുതി. വളരെ നല്ല കാര്യമായി. അവരിന്ന് പറയുന്ന വേളാങ്കണ്ണി പള്ളി പോലും വഖഫ് ബോർഡിൻ്റെ അവരുടേതായ ഭാഗമാണെന്നാണ്. അപ്പോൾ അവർ നല്ലൊരു രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നതെന്നുള്ളതിൽ ആണെങ്കിൽ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഈ പറഞ്ഞ മതമാണ്, ഈ മതം കൊണ്ടുപോകുന്നത് സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും തുല്യതയിലേക്കും, ജനാധിപത്യം പോട്ടെ, ജനാധിപത്യം വേണ്ടെന്ന് വിചാരിക്കാം, 1400 വർഷം മുമ്പുള്ള അടിമത്തത്തിലേക്ക് കേരളത്തിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൊണ്ടുപോകുന്ന മതമാണിത്. അത് ചൂഷണത്തിലൂടെ മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും, നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന കതറിട്ട കുറേ ആൾക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, കാരണം അതുകൊണ്ടാണ് വയനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഗാന്ധി കുടുംബം വന്ന് 4 ലക്ഷം വോട്ടിന് ജയിക്കുന്ന, അവർക്ക് ഭൂമിയിലെങ്ങും വേറെങ്ങും ജയിക്കാൻ പറ്റില്ല. പ്രിയങ്ക ഗാന്ധിക്കോ രാഹുലിനോ അതിനു വേണ്ടി എന്തും ചരച്ചു കൊടുക്കുന്ന ചെയ്തു കൊടുക്കുന്ന ഒരു ഇതാണെന്ന് ഇന്ന് കോൺഗ്രസ്. അതിൻ്റെ അടിമത്തത്തിൻ്റെ ഏറ്റവും ഭാഗത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആര് തന്നെയാണെങ്കിൽ കൂടിയും ഇവർ പറയുന്ന ആ ഒരു ജനാധിപത്യത്തിലേക്കും തുല്യതയിലേക്കുമാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ കൂടാം. പക്ഷേ ജനാധിപത്യത്തിലേക്കും തുല്യതയിലേക്കല്ല. അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളുടെ അടിമകൾ, കേരളത്തിൽ നിന്ന് പോയ അടിമകൾ അറബിക്ക് കീഴ്പ്പെട്ട് കാട്ടറബിയുടെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്ന ആ ഒരു വിശ്വാസ പ്രമാണത്തിലേക്കാണ് KM ഷാജി നമ്മളെ വിളിക്കുന്നത്. എവിടെയാണ് ജനാധിപത്യവും തുല്യതയും ഇസ്ലാമിൽ നിലനിൽക്കുന്നത്? പാകിസ്ഥാൻ എന്നാണ് അതിൻ്റെ ഉദാഹരണം. KM ഷാജി പറഞ്ഞ ആ ഒരു മതത്തിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ. പിന്നെയുള്ളത് ടർക്കിയാണ്. അവിടെയൊക്കെ അട്ടിമറിയാണ്, സോ കോൾഡ് ഡെമോക്രസിയാണ്. ജനാധിപത്യമൊന്നും നിലനിൽക്കുന്നില്ല, തുല്യത നിലനിൽക്കുന്നില്ല. അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവർ കാഫിറാണ്. അത് തുറന്ന് നിൻ്റെ മുഖത്ത് നോക്കി പറയുന്നില്ല എന്നുള്ളൂ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മതമാണ്. ഇത് മനസ്സിലാക്കാനാവാത്ത, ഒരു ദീർഘവീക്ഷണമില്ലാത്ത, ജ്ഞാനം കുറഞ്ഞു പോയവരാണ്, ചിന്നിച്ചിതറിപ്പിക്കപ്പെട്ടവരാണ് ഹൈന്ദവനും ക്രിസ്ത്യാനിയും. അപ്പോൾ ഇലക്ഷൻ വരുമ്പോഴെങ്കിലും അവരുടെ ഒന്ന് കണ്ണ് തുറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു ശ്രമം മാത്രമാണ്. സാധിക്കില്ല. കാരണം അവരെ മതേതരത്വം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് വഞ്ചിക്കപ്പെടുന്നൊരു നിഷ്കളങ്കമായ ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കേരളത്തിനുള്ളിൽ എഴുന്നവരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു 3.5 കോടി ജനങ്ങൾ. കാരണം അവർക്ക് അത്രയും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാനോ അതല്ലെങ്കിൽ അവർ ആത്മീയമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണ് ഈ ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് കേരളത്തിൽ നടക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അവസരമാണ്. അവർ എന്തെങ്കിലും മുസ്ലിം ലീഗ് എവിടെയെങ്കിലും ഒരു ക്രൈസ്തവനോ ഹിന്ദുവിനോ സീറ്റ് കൊടുക്കുന്നുണ്ടോ? സംവരണ മണ്ഡലമല്ലാത്ത UC രാമനെ പോലെയുള്ള ഒരു വ്യക്തിത്വം അല്ലാതെ അവർ കൊടുക്കില്ല. അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടോ? ഇല്ല. എന്നിരുന്നാൽ പോലും ഈ ക്രിസ്ത്യാനി, അതായത് വിദ്യാഭ്യാസം അതിൽ കള്ളപ്പാതിരിമാരുണ്ട് കേട്ടോ.
തേയിലക്കാടനെന്നോ തേക്കലക്കാടൻ എന്നൊക്കെ പറഞ്ഞ കള്ളപ്പാതിരിമാരുണ്ട്, കള്ളന്മാർ. അവർ മറുഭാഗവും ഇരുഭാഗവും പറയണമെങ്കിൽ ഞാൻ അവരെ സമ്മതിക്കാം. കള്ളന്മാരുണ്ട്. അവരൊക്കെ സ്വാധീന വലയത്തിൽ ഒന്നില്ലെങ്കിൽ കള്ളപ്പണം, പണത്തിൻ്റെ ഇതുകൊണ്ട്, അതല്ലെങ്കിൽ ഭീഷണിയുടെ പുറത്താണ് ഇവരൊക്കെ വരഞ്ഞ വരയിൽ നിർത്തിയിരിക്കുന്നത്. ഇവരൊക്കെ ഡീൽ മേക്കേഴ്സാണ്. ഇനി ഞാൻ പറയുന്നത്, അതായത് ഇവിടെ കേരളത്തിൻ്റെ ഭരണം ജനാധിപത്യത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഭരണം നയിക്കണം. പക്ഷേ അതിന് അതീതമായിട്ട് ശക്തിയാണ് പാണക്കാട് ഇരുന്ന് അവർ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ലീഗിനെ പ്രീണിപ്പിക്കപ്പെടുത്താതെ കോൺഗ്രസിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ആവുക തരിക. ഉമ്മൻചാണ്ടി ആയിരിക്കുന്ന സമയത്ത് മഞ്ഞളാംകുഴിയിലെ അഞ്ചാം മന്ത്രി കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ചെകിടത്തടിച്ചിട്ടാണ് അഞ്ചാം മന്ത്രിയെ വാഴിച്ചത്. അവർ പറഞ്ഞ ഉദാഹരണം, ഉമ്മൻചാണ്ടി പോലും പ്രതീക്ഷിച്ചില്ല തിരുവനന്തപുരത്തേക്ക് കാർ എടുത്ത് വരാണ്. തങ്ങളടക്കം ഹൈദരാലി തങ്ങളായിരിക്കുന്ന സമയത്ത് കാർ എടുത്തിട്ട് വന്നിട്ടുണ്ട്, പാണക്കാട് നിന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, അയ്യോ നിങ്ങൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താണ്? ഉമ്മൻചാണ്ടിക്ക് കസേരയിലിരിക്കണം, കാരണം അല്ലെങ്കിൽ അന്ന് മുസ്ലിം ലീഗ് പിൻവലിക്കും. അതായത് ഞങ്ങൾ പാണക്കാട് തീരുമാനമെടുത്തു, അഞ്ചാം മന്ത്രി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ആരും മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണ്. അത് ഒരു അഞ്ചാം മന്ത്രിയുടെ പേരിലൊന്നും ഉമ്മൻചാണ്ടി ഒന്നും വിട്ടുകൊടുക്കാൻ, ഉമ്മൻചാണ്ടി ആയാലും ഞാനായാലും നിങ്ങളായാലും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ ഒരു ദുർബലതയാണ് ഈ മുസ്ലിം ലീഗിനെ കൊണ്ട് നടക്കുക എന്നുള്ളത്. ഒരു ദൗർബല്യമാണ്. ഇന്ന് വി ഡി സതീശൻ വന്നാലും കെ സി വേണുഗോപാൽ ആര് വന്നാലും ഒരു പക്ഷേ എതിർത്ത് നിൽക്കാതെ ശശി തരൂർ ചിലപ്പോൾ ഈ മുട്ടി നിൽക്കായിരിക്കും. വേറെ ഒരുത്തനും അവിടെ പിടിച്ച് കാമില്ല. പിന്നെ കെ സുധാകരൻ. അതുകൊണ്ടാണ് ഇവർക്ക് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുള്ളത്. സുധാകരനെ എടുത്ത് എറിഞ്ഞ് അതായത് വ്യക്തമായിട്ടൊരു ശക്തി കുറഞ്ഞ കത്തോലിക്കനെ കൊണ്ട് അവിടെ KPCCയുടെ തലപ്പത്തിരിക്കണമെന്നുള്ള ആഗ്രഹം. കാരണം കത്തോലിക്കൻ്റെ വോട്ട് ഇതിലേക്ക് മതേതരത്വം പറഞ്ഞ് പറ്റിച്ച് ചതിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് സണ്ണി ജോസഫിനെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അവിടെ ഇരുത്തിക്കുന്നത് അദ്ദേഹം ദുർബലനാണ്. വി ഡി സതീശൻ ദുർബലനാണ്. ചെന്നിത്തല എതിരെ പോകാൻ സാധിക്കാത്ത ദുർബലനാണ്. പാണക്കാട് നിന്നാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മേലെ അഞ്ചാം മന്ത്രി വരെ അടിച്ചേൽപ്പിച്ചത് ഞങ്ങൾ പാണക്കാട് തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഞെട്ടിപ്പോയി. ഉമ്മൻചാണ്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇറങ്ങിക്കോ, മാറിക്കോ, കസേരന്ന് മാറിക്കോ, ഞങ്ങൾ ഇടതി പോയിട്ട് അവരെ പിടിച്ച് ഇങ്ങോട്ട് വരും. അതാണ് അധികാരം എന്ന് പറയുന്നത്. ആ ഒരു അധികാര കേന്ദ്രം അവർക്ക് വ്യക്തമായിട്ട് മതമാണ്. ചൂഷണത്തിലൂടെയാണ് ആ മതത്തെ കേരളത്തിൻ്റെ ഇതിലേക്ക് ഭൂരിപക്ഷത്തെ ചതിച്ചും വഞ്ചിച്ചും ഭിന്നിപ്പിച്ചും കയറുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിന് നമ്മുടെ മാധ്യമങ്ങളും വലിയൊരു പരിധിവരെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മാധ്യമങ്ങൾ ഇരുന്ന് പറയുന്നത് മുഴുവനും ഇതിൽ നിന്നും പണം പറ്റിയിട്ടാണ്, സാമ്പത്തിക പങ്ക് പറ്റിയിട്ടാണ്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പോലും സാധാരണ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നിർദ്ദേശം കൊടുത്തപ്പോൾ പറഞ്ഞത് എല്ലാ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയും ഫോണും ഇമെയിലും ചോർത്തി അദ്ദേഹം. കാരണം അത്ര വിശ്വാസക്കുറവായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. പക്ഷെ തുറന്നു പറയാൻ പറ്റില്ല, കാരണം ഭരണം കസേര എന്നുള്ളതാണ്. ആൻ്റണി പറഞ്ഞിട്ടുണ്ട്, അവർ സംഘടിതമായി എന്നെ ഭീഷണിപ്പെടുത്തി വാങ്ങുന്നു. മാറാട് കലാപത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലവ് ജിഹാദിനെ പറ്റി. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവും ചെന്ന് ഇവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. അവർക്ക് ഇത്ര അന്ധകാരത്തിലാണോ ജീവിക്കുന്നതെന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി പറയാണ്, മതമാണ് ഇസ്ലാമിന് ജനാധിപത്യം. അത് നിങ്ങളെ അടിമത്തത്തിലേക്കും കാടത്തത്തിലേക്കും സംസ്കാര ശൂന്യതയിലേക്കും കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് ജനാധിപത്യവും തുല്യതയും വേണമെങ്കിൽ ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇപ്പോൾ BJP വന്നിട്ട് വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പോണില്ല. തന്നെയല്ല, ഈ സംഘടിതമായിട്ട് അവർക്ക് ശക്തി കൂടി വരുമ്പോൾ ഈ പറഞ്ഞവർക്കൊക്കെ ഇത് കിട്ടും. പക്ഷേ ഈ ഇടതും വലതും കൂടി ഇരുന്നിട്ട് നമ്മൾ അടിമപ്പെടുന്നതിനേക്കാളും നല്ലത് നാളെ വന്നിട്ട് BJP ഇത് സ്വർഗ്ഗാക്കാനൊന്നും പോണില്ല. പക്ഷെ അവിടെ നല്ല പേഴ്സണാലിറ്റികളെ ഞാൻ കാണുന്നു. രാജീവ് ചന്ദ്രശേഖർ വളരെ നല്ല, കേരളത്തിന് തികഞ്ഞ ഒരു ഭരണാധികാരിയായിട്ട് വരാം. പക്ഷെ അവർക്കൊന്നും സീറ്റ് ഒരു 10-15 സീറ്റിൽ മേലെയൊന്നും പോകാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ കൂടി അതൊരു നിർണായക ശക്തിയായിട്ട് വരട്ടെ എന്ന് ഇത് ചെയ്യാം. ഈ ഇടതും വലതും കൂടി മാറ്റിമറിച്ച് നമ്മളെ പറ്റിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് അടിമപ്പെടുത്തി വഖഫിലും ലവ് ജിഹാദിലും പെടുത്തി ഭൂരിപക്ഷം ഇപ്പം ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്തതിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഈ വോട്ടിന് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.